അല്ലാഹു തആല വബറകാതുഹു. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ നാട്ടുകാർ, പ്രിയ വിശിഷ്ടാതിഥികൾ, ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് സ്വാതന്ത്ര്യ സമരം എന്നത്. ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടുന്ന നിരവധി സമരങ്ങളാണ് ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രമാത്രം സ്വാതന്ത്ര്യത്തിന് കാരണം ഒരുക്കിയത്. ഇങ്ങനെ ജാതി മതവർണ്ണ ഭേദ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും മനുഷ്യനെന്ന പരിഗണനയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പൗരത്വവും മനുഷ്യന് വേണ്ടിയുള്ള മതേതരത്വവും ഇത്തരത്തിലുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഓരോ മനുഷ്യർക്കും ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റും എന്നത് ഇന്ത്യയുടെ സവിശേഷതകളിൽപ്പെട്ടത് തന്നെയാണ്. പ്രധാനമായ സമര ആയുധം എന്നത് നിസ്സഹരണവും അഹിംസയുമാണ്. ആ നിസ്സഹരണത്തിൽപ്പെട്ടതാണല്ലോ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള വിദേശികളുടെ ഉൽപ്പന്നങ്ങൾ നാം ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നെയ്ത്തുൽപ്പന്നമായ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങളിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് നേടിത്തരാൻ നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്നത് മതേതരത്വ രാജ്യമാണ്, അതൊരു ഹിന്ദുത്വ രാജ്യമല്ല, മറിച്ച് നേരെ മതേതരത്വ രാജ്യമാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും അതുപോലെ തന്നെ ക്രൈസ്തവർക്കും ബുദ്ധമതർക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ അനുവദിക്കുന്നുണ്ട്. 1947 ജൂൺ 3 ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണറായ മൗണ്ട് ബാറ്റൻ പ്രഭു പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഒരു മതേതരത്വ രാജ്യമായി പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാനിനെ ഒരു ഏക മതത്തിന് മേലും പ്രഖ്യാപിച്ചു എന്ന് പറയുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ഇന്ത്യ തരണം ചെയ്തിട്ടുണ്ട്. 565 നാട്ടുരാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഏകോപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CAയും NRC തുടങ്ങിയ ഭേദഗതിയിൽ രാജ്യത്ത് പിറവികൊള്ളുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ ജനകീയമായി അതിനെ അടക്കി നിർത്താനും നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾക്ക് ജനകീയമായി സാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉൾക്കൊള്ളുന്ന സമ്പൽ സമൃദ്ധമായ ഈ പ്രദേശത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അധ്യക്ഷത വഹിച്ച ഫസലുദ്ദീൻ സഖാഫി ഉസ്താദിനും ഉദ്ഘാടനം പറഞ്ഞ മുബശ്ശിർ ഉസ്താദിനും മുഖ്യ പ്രഭാഷണം നടത്തിയ മുഹമ്മദ് ഷെരീഫ് എലാങ്കോടിനും അതുപോലെ തന്നെ അതിഥിയായി വന്ന അഭിനവ് എൻകക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.